എല്ലാവർക്കും ബയോമെക്കിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതട്ടെ. ഇന്ന് നമ്മൾ ചെയ്യുന്ന പ്രൊജക്ട് ബയോമെക് 40L ആണ്, കൊമേഴ്ഷ്യൽ മോഡലാണ്. ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് BRD ഗ്രൂപ്പ് ഓഫ് കൺസേൺസിന്റെ ആയുർവേദിക് ഹോസ്പിറ്റലായ ആയുർബെത്താനിയയിലാണ്. നമ്മൾ ചെയ്തിട്ട് കുറച്ച് നാളായി. വീഡിയോസ് ഓർഡറിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് കുറച്ച് ഡിലേസ് വരുന്നത്. ഇവിടെ ഫുഡ് വേസ്റ്റ് ആണ് കൂടുതലും വരുന്നത്. ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു 10 to 15 kg ഒരു ദിവസം ട്രീറ്റ് ചെയ്യാം. ഏകദേശം അവർക്കൊരു 3 hours or 4 hours ഗ്യാസ് അപ്രോക്സിമേറ്റ്ലി കിട്ടും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ്. ലാസ്റ്റ് തന്നെ ഇത് എങ്ങനെയാണ് അത് കത്തുന്നത്, അതിൻ്റെ ഫ്ലെയിമിൻ്റെ പവറൊക്കെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, സ്റ്റൗ കത്തുന്നത്. അപ്പോൾ അതും സ്കിപ്പ് ചെയ്ത് കാണുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. പോകാം. ഒരു സസ്റ്റൈനബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലാണ്. വളരെ സ്റ്റൈലിഷ് ആയിട്ടാണ് അവർ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. വളരെ നാച്ചുറൽ ഫീലിംഗ് ആണ് ഇവിടെ. തൃശ്ശൂരത്തെ ഒരു ഒന്നൊന്നര ഫേമസ് ഹോസ്പിറ്റലാണ്. ഈ ഇൻസ്റ്റലേഷനും അതേ പ്രൊഫഷണൽ രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. കാരണം കിച്ചനോട് ചേർന്ന് തന്നെ ഒരു ഏരിയ അവർ മാറ്റി വെച്ച് അതിന്റെ മുകളിൽ പ്ലാറ്റ്ഫോമിന്റെ മുകളിലാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതും വളരെ പ്രൊഫഷണൽ ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു 3-4 കിച്ചണൊക്കെ ഉണ്ട്. ഇവിടെ ഉദ്ദേശം എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്ത് അതിന്റെ വേസ്റ്റ് മാനേജ്മെന്റ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അവർ ഗ്യാസ് അല്ല മെയിൻ ആയിട്ടുള്ള വിഷയം വരുന്നത്, വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. ഒരുപാട് വലിയൊരു കോമ്പൗണ്ടിനകത്താണെങ്കിൽ പോലും വേസ്റ്റ് മാനേജ്മെന്റിന് ഒരു വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടതിന്റെ ഉദാഹരണമാണ് പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. കാരണം വേസ്റ്റ് കളയാനായിട്ട് ഒരുപാട് സ്ഥലം ഉണ്ടെങ്കിൽ പോലും അവർ ആ ഒരു സയന്റിഫിക് മെത്തേഡിൽ തന്നെ എല്ലാം പോയിക്കോട്ടെ എന്നുള്ള ഒരു ഇതിന്റെ പുറത്താണ് നമ്മൾ ഈ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. 5 കിലോ മാലിന്യം ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നില്ല. കാരണം മറ്റുള്ള ആയുർവേദിക് സാധനങ്ങളുടെ വേസ്റ്റ് എല്ലാം അവർ പ്രൊഫഷണൽ ആയിട്ട് തന്നെ വേറെ ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ STP, TP ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ വേറെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ മെയിൻലി ഫുഡ് വേസ്റ്റ് ശരിക്കും 10 to 15 kg ആണ് നമ്മുടെ ഈ മോഡലിന്റെ കപ്പാസിറ്റി എന്നുണ്ടെങ്കിൽ പോലും ഇവിടെ ഒരു 10 kg താഴെയാണ് വേസ്റ്റ് വരുന്നത്. ഗ്യാസും ഇതുപോലെ തന്നെ അവർ ഉപയോഗിക്കുന്നത് അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ആയിട്ടാണ്, അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമായിട്ടാണ് അവർ ഗ്യാസ് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ മോഡല് ഫാമുകൾക്ക് സൂട്ടബിൾ ആണോ എന്ന് ചോദിച്ച് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. ഈ മോഡല് ഫാമുകൾക്ക് സൂട്ടബിൾ ആണ്. പക്ഷെ അതിലെന്താ പ്രശ്നം എന്നുണ്ടെങ്കിൽ ചെറിയ ഫാമുകൾ, അതായത് ഒരു 1, 2, 3, 4 പശു വരെയൊക്കെ വേണമെങ്കിൽ ആവാം. 3 പശുവാണ് നമ്മൾ പറയുന്നത്. 3 പശുക്കളുടെ ഒരു ഫാം, അല്ലെങ്കിൽ കുറച്ച് കോഴി, കാട, അല്ലെങ്കിൽ ഗോട്ട് ഫാംസ്, ഇതിലേക്കൊക്കെ നമ്മൾ ഈ പ്ലാന്റ് കൊടുക്കുന്നുണ്ട്. മെയിൻ ആയിട്ടുള്ള വിഷയം കൗഡങ്ങാണ് ഫീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് 20 കിലോ വരെ ഫീഡ് ചെയ്യാൻ പറ്റും. ഫുഡ് വേസ്റ്റ് മിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയായാലും ഒരു 15 കിലോന് മേലേക്ക് പോകരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഓവർ ഫീഡിങ് വന്നു കഴിഞ്ഞാൽ സ്മെല്ല് തീർച്ചയായിട്ടും വരും. 3 കണ്ടീഷൻസ് ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞത് കറക്റ്റായിട്ട് പാലിക്കണം. കാരണം പ്ലാന്റിനകത്തുള്ള കംപ്ലൈൻസുകൾ ഇത് മാത്രമാണ്. പലരും ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ഒരു 100 ഇൻസ്റ്റലേഷൻ കഴിഞ്ഞാൽ ഒരു 2-3 ഇൻസ്റ്റലേഷനിൽ വരുന്ന പ്രശ്നങ്ങൾ ഇതാണ്. അതായത് പ്ലാന്റിന്റെ കംപ്ലൈന്റ് കൊണ്ടാണല്ലോ ഇത് വർക്ക് ചെയ്യാതെ വരുന്നത്. ഒരിക്കലുമല്ല, പ്ലാന്റിന്റെ കംപ്ലൈന്റ് കൊണ്ട് ഇത് വർക്ക് ചെയ്യാതെ വരുന്നൊരു സിറ്റുവേഷൻ വരുന്നില്ല. കാരണം പ്ലാന്റിനകത്ത് ഒരു സെൻസറോ മെക്കാനിക്കൽ ഭാഗങ്ങളോ ഒന്നും തന്നെ ഇല്ല. പ്യുവർലി ഇത് വർക്ക് ചെയ്യുന്നത് ഡൈജഷനെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. അനൈറോബിക് ഡൈജഷൻ ആണ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രശ്നത്തിൽ തന്നെ കലാശിക്കും. വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റില്ല. നമ്മൾ കത്തിക്കഴിഞ്ഞാൽ അവിടെ വർക്കിംഗ് വാറണ്ടി ഫുള്ളായിട്ട് തീർന്നു. സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്ന ഒരു റൂളാണ്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കോമെന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഞങ്ങളുടെ സിസ്റ്റർ കൺസേൺസ് ആയ സോളാർ ഇൻസിനറേറ്റർ വിഭാഗത്തിന്റെ ഡീറ്റെയിലുകളൊക്കെ നമ്മൾ ലിങ്കിൽ കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് ഫോളോ ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും റിക്വയർമെന്റ്സ് ഈ 3 കാര്യങ്ങളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളുടെ സെയിൽസ് നമ്പർ ഉപയോഗപ്പെടുത്താവുന്നതാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ, ബൈ ഫ്രം ബയോമെക്.